ഒരു ദിവസം അലി റളിയല്ലാഹു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഫാത്തിമ ബീവി വളരെ പെട്ടെന്ന് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർക്കുകയാണ്. അലി റളിയല്ലാഹുവിനെ കണ്ടെങ്കിലും കണ്ടഭാവം നടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ്. ഇന്നെന്ത് പറ്റിയാവോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലി റളിയല്ലാഹു ചോദിച്ചു, ഫാത്തിമ, എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ? ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയെല്ലാം. കേട്ടൊരുതന്നെ ഫാത്തിമ ബീവി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു വിരുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അലിയെ. മക്കളെയും നിങ്ങളെയും കൂട്ടാൻ പറ്റില്ല. പോകുന്നതൊക്കെ കൊള്ളാം, എപ്പോഴാ മടക്കം? ദേഷ്യം പിടിക്കാതെ തന്നെ അലി റളിയല്ലാഹു ചോദിച്ചു. ഖിയാമത്ത് നാളാവുന്നവരെ ഞാൻ മടങ്ങി വരില്ല. ഇടിവെട്ടിട്ട് പോലെയുള്ള മറുപടി. അലി റളിയല്ലാഹു സ്തംഭിച്ചു നിൽക്കുന്നു. എന്താ ഫാത്തിമ ഈ പറയണേ? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? കണ്ണ് നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി പറയുന്നു, ഞാൻ എന്റെ ഉപ്പാനെ സ്വപ്നം കണ്ടു. ഒരുപാട് കാലമായില്ലേ കാണാൻ, പൂതി പെരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും. ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ ബീവി. ആകാശം കറുത്തു, ഭൂമി പിടച്ചു. ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമ എന്നെ വിട്ടു പോവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്നുണ്ട് അലി റളിയല്ലാഹു. വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലി റളിയല്ലാഹു. എല്ലാവരും പിരിയേണ്ടവരാണ്. നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ്. നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും ഫാത്തിമ? തനിക്ക് നല്ല രണ്ട് മക്കളെ സമ്മാനിച്ച, കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ, അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന പുന്നാര നബിയുടെ മകൾ. അലി റളിയല്ലാഹുവിന്റെ ദുഃഖത്തിന്റെ കൊടുമുടി കയറുകയാണ്. ഫാത്തിമ ബീവി രണ്ട് മക്കളെയും വിളിച്ച് മടിയിലിരുത്തി. ഇതൊന്നും അറിയാതെ നിഷ്കളമായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. ഞാൻ പോയാൽ പിന്നെ ആരെ എന്റെ മക്കളെ കുളിപ്പിക്കാം എന്ന് പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി. വീടാകെ മുഖത, ദുഃഖം തളം കെട്ടി നിന്നു. ഇതൊക്കെ കേട്ട് നെഞ്ചു പൊട്ടി വേദനിക്കുകയാണ് ഭർത്താവ് അലി. മരണം വരുമെന്നറിയാം, പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല. കവിൾ നനഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു പറഞ്ഞു, ഫാത്തിമ, നീ പോവുകയാണല്ലേ? നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും ഞങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ട് വിഷമിക്കരുതെന്ന് പറയണം. പിന്നെ നിന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത്. ഞാനൊരു പാവമാണ്, എല്ലാം പൊരുത്തപ്പെടണം. നാളെ മഹ്ശറയിൽ ചെല്ലുമ്പോൾ നന്മകളില്ലാത്ത ഞാൻ വിഷമിക്കുമ്പോൾ ഈ പാവത്തെയും പരിഗണിക്കാൻ മുത്തുനബിയോട് പറയണം. ചങ്കു പോകുന്ന ഈ വാക്കുകൾ പറഞ്ഞു അലി റളിയല്ലാഹു കണ്ണീർ വാർക്കുന്നു. ഇതൊക്കെ കേട്ട് താങ്ങാനാവാതെ വിതുമ്പി നിൽക്കുകയാണ് ഫാത്തിമ ബീവി. തങ്ങളെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മരിച്ചാൽ എന്നെ കഫൻ ചെയ്യുന്നതും മറമാടുന്നതും നിങ്ങൾ തന്നെ ആയിരിക്കണം. ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ വല്ലാതെ വിഷമിക്കും, അനാഥരാകും. അതുകൊണ്ട് എത്തിമക്കളെ കണ്ടാൽ പ്രത്യേകം പരിഗണിക്കണം. കൂടെ എന്നെയും ഓർക്കണം, എനിക്കും പൊരുത്തപ്പെട്ട് തരണം. പിന്നെ എന്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനെ ഒരിക്കലും തല്ലരുത്. ഫാത്തിമ ബീവി തുടർന്നു. ഞാൻ ഉപ്പയെയും ആകാശത്തിലെ മലക്കുകളെയും കണ്ടിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാൻ എന്റെ പാത്രത്തിൽ സൂക്ഷിച്ച ഒരു പേപ്പർ ഉണ്ട്, അതൊന്ന് കൊണ്ടുതരുമോ? അലി റളിയല്ലാഹു കൊണ്ടുവന്നതും ഫാത്തിമ ബീവി പറഞ്ഞു, എന്നെ മറമാടുമ്പോൾ ഈ പേപ്പറും കൂടി എന്നോട് ചേർത്ത് വെക്കണം. നിങ്ങൾ ഇതിലേക്ക് നോക്കാൻ ശ്രമിക്കരുത്. പരമരഹസ്യമാണിത്. എനിക്കത് പറഞ്ഞു തരണമെന്ന് അലി റളിയല്ലാഹു പറഞ്ഞു. പ്രിയനെ, നമ്മുടെ കല്യാണത്തിന് മുമ്പ് എന്നോട് ഉപ്പ ചോദിച്ചു, 400 ദിർഹമിന് നിന്നെ അലിക്ക് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് തൃപ്തിയാണോ? എനിക്ക് അലിയാർ തങ്ങളെ തൃപ്തിയാണുപ്പാ. ദിർഹമിനെ ഞാൻ തൃപ്തിപ്പെടുന്നില്ല. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, സ്വർഗവും അതിലുള്ള മുഴുവനും ഫാത്തിമ ബീവിക്ക് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ഫാത്തിമ ബീവി വിടുന്ന മട്ടില്ല. എനിക്കതും തൃപ്തിയായില്ല, മഹദി പ്രതികരിച്ചു. പിന്നെ എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? മുത്തനബി വളരെ സൗമ്യമായി ചോദിച്ചു. അങ്ങയുടെ ഉമ്മത്തിന്റെ ഷഫാഅത്ത് എനിക്ക് ഉറപ്പു തരണം. എന്റെ ഉപ്പ അതാണല്ലോ ഏറ്റവും കൂടുതൽ ചിന്തിച്ചിട്ടുള്ളതും. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പേപ്പറുമായി വന്നു. അതിൽ ഉമ്മത്തിന് ഷഫാഅത്ത് ഉണ്ടെന്നും എഴുതിയിട്ടുണ്ട്. ഞാൻ അതും കൊണ്ട് മഹ്ശറയിൽ വരും, റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുക തന്നെ ചെയ്യും. അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ, ഓ സമൂഹമേ, ഫാത്തിമ ബീവി സുറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം. ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ്. ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും. പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോട്, ഇനി ആരെയും റൂമിലേക്ക് കടത്തി വിടരുത്, ഞാൻ ദിക്റ് സ്വലാത്ത് കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണി കൊണ്ട് മുഖവും മറച്ച് കണ്ണടച്ചു കിടന്നു. സമയമായി. ഫാത്തിമ ബീവി റളിയല്ലാഹു ഈ ലോകം വെടിയുന്നു. അള്ളാഹ് റൂഹ് പിടിക്കാൻ കൽപ്പിച്ചു. മുത്തനബിയുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു, ഭൂമി പിടച്ചു, സർവ്വ ജീവജാലങ്ങളും വിതുമ്പുന്നു. പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വന്നു. ഉമ്മി, ദുഹാ നിസ്കരിക്കാൻ സമയമായി, എഴുന്നേൽക്ക്. പൊന്നുമ്മ ഈ ലോകത്തോട് നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിഷ്കളങ്ക ബാല്യങ്ങൾ.
ഉമ്മയുടെ മുഖമക്കന നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രഭാമയം. വേദനയോടെ അവർ മനസ്സിലാക്കി, ഇല്ല, ഇനി എന്റെ ഉമ്മ തിരിച്ചു വരില്ലെന്ന്. രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അയൽവാസികളും നാടൊന്നാകെ വഫാത്ത് താങ്ങാൻ കഴിയാതെ വിതുമ്പുകയാണ്. വിവരമറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്നെത്തി. പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി പറഞ്ഞത് ഓർക്കുന്നുണ്ട് അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും. അലി റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ തന്നെ മയ്യിത്ത് പരിപാലനം നടന്നു. ജീവിതകാലത്ത് അന്യ പുരുഷന്മാർ ആരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഔറത്ത് കണ്ടിട്ടില്ല. മരണസമയത്തും അങ്ങനെ തന്നെ. അള്ളാഹു ഫാത്തിമ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ. കൂട്ടുകാരെ, മരണസമയത്തും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം വാശി പിടിച്ച, ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ, ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് മാതൃകയാണ്. നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നാഥൻ തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.